കുടുംബസംഗമം രാജേട്ടന്റെ വീട്ടിൽ നിന്നുള്ള വീഡിയോ ഇടാം. പ്രിയാപ്പിള ചോർന്ന പിന്നെന്താ ഫുള്ള് കംപ്ലൈന്റ് ആണ്. ഹായ്, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അങ്ങനെ കാത്തിരുന്ന ഞങ്ങളുടെ അനിയൻ്റെ കല്യാണം കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു കല്യാണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ ഞായറാഴ്ചത്തെ ശനിയാഴ്ചത്തെയും അതായത് 2 ദിവസത്തെ വിശേഷങ്ങളടങ്ങിയ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ 2 ദിവസത്തെ വിശേഷങ്ങളെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത് വ്യാഴാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീടൊക്കെ അലങ്കരിച്ചു. വീടിൻ്റെ ബാക്കിയുള്ള അറ്റകുറ്റപ്പണികളും അലങ്കാരപ്പണികളൊക്കെ വ്യാഴാഴ്ചയോട് കൂടി കഴിഞ്ഞു. സാധനങ്ങളൊക്കെ ഇതാ വാങ്ങിയിട്ട് ഉമ്മറ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഒന്ന് ഒതുക്കി വെക്കാനൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വ്യാഴാഴ്ച ഞങ്ങൾ ബുധനാഴ്ച തൊട്ടേ ഇവിടെ ഉണ്ട്. രാവിലെ വരുന്നു, വൈകുന്നേരം വരുന്നു, അങ്ങനെ രാത്രി 11 മണിക്ക് 1 മണിക്കൊക്കെയാണ് കേട്ടോ പോവാറ്. അങ്ങനെ കല്യാണത്തലേന്ന് രാത്രി, അതായത് ശനിയാഴ്ച രാത്രി എൻ്റെ വേഷം ഇതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഈ ഭാഗങ്ങളിൽ കല്യാണം 2 ദിവസം മുൻപേ തന്നെ തുടങ്ങും. അപ്പോൾ ശനിയാഴ്ച തന്നെ ഭയങ്കരമായിട്ട് വലിയ പാർട്ടി പോലെ ആയിരിക്കും. വലിയ പാർട്ടി തന്നെ ആയിരിക്കും. പാട്ടും ഗാനമേളയൊക്കെ ആയിട്ട് വലിയ പരിപാടി തന്നെ ആയിരിക്കും. അപ്പോൾ തലേന്ന് തന്നെ എല്ലാവരും നല്ല ഒരുക്കത്തിലായിരിക്കും കേട്ടോ. അപ്പോൾ രാവിലെ പ്രസാദേട്ടൻ പോയിരുന്നു, ഉച്ചയ്ക്ക് ഞാനും പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് രാത്രി ഒരുങ്ങിപ്പോയത് ഇതാ ഈ ഡ്രസ്സ് ഇട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും വിചാരം എന്താണെന്നറിയോ, പുതിയ ഡ്രസ്സ് വാങ്ങിയതാണെന്ന്. പക്ഷേ പുതിയ ഡ്രസ്സൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ മേക്ക് ഓവർ ചെയ്ത ഡ്രസ്സാണ് കേട്ടോ. അങ്ങനെ കല്യാണ വീട്ടിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. ഇതാ നയനേച്ചി ഉണ്ട്, എഴുത്തിമാരാണ് കേട്ടോ. ഒരുപാട് എഴുത്തിമാരുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, അച്ഛൻ്റെ കുടുംബം അമ്മേൻ്റെ കുടുംബമൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അച്ഛൻ്റെ കുടുംബത്തിലാണ് ഇപ്പോൾ കല്യാണം, അതായത് അച്ഛൻ്റെ പെങ്ങളെ മോൻ്റെ കല്യാണമാണ് ഇത്. പിന്നെ ഒരു എഴുത്തിയമ്മയാണ് നയനേച്ചി. പിന്നെ ഉള്ളത് ചെറിയച്ഛൻ്റെ മകള്, അവരും 2 മക്കളും ഉണ്ട്. അതിൽ ഒരു മോൾക്ക്, വലിയ മോൾക്ക് ഫോട്ടോയിൽ വീഡിയോയിലൊക്കെ പെടാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ ഇതാ പെങ്ങളെ മക്കളുണ്ട്. പിന്നെ ഇതാ ഈ കാന്താരിക്കുട്ടീനെ കണ്ടോ, ഇവള് ഡാൻസറാണ് കേട്ടോ. ഇത് വീടിൻ്റെ അടുത്തുള്ള സന്ധ്യേച്ചിൻ്റെ മോളാണ്. ഇതാ സന്ധ്യേച്ചി, നമ്മുടെ ഷാജിയേട്ടൻ്റെ ഭാര്യ. അപ്പോൾ അവരും കല്യാണത്തിന് വന്നതാണ് കേട്ടോ. പിന്നെ വീഡിയോയിലും ഫോട്ടോയിലൊക്കെ ഉൾപ്പെടാൻ മടിയില്ലാത്ത ആൾക്കാരെ മാത്രമാണ് കേട്ടോ ഞാനിങ്ങനെ എടുത്തത്. എല്ലാവരോടും ചോദിക്കും വീഡിയോ എടുക്കട്ടെ, ഫോട്ടോ എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ കാന്താരി ടാറ്റയൊക്കെ തരുന്നുണ്ട് കേട്ടോ. അവൾ നല്ല ഡാൻസറൊക്കെയാണ്, ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ ഇത് ഒരു അപ്പച്ചിയാണ് കേട്ടോ, കല്യാണി അപ്പച്ചി. പിന്നെ അപ്പച്ചിമാരെയൊക്കെ ഞാൻ ഈ അനിയൻ്റെ കല്യാണം ഉറപ്പിക്കലിൻ്റെ ആ സമയത്തുള്ള വീഡിയോയിലൊക്കെ പിന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഉൾപ്പെടാത്ത കുറച്ച് പേരുണ്ട് കേട്ടോ. അവരൊക്കെ പരാതി പറയുന്നുണ്ട്. പിന്നെ തക്കം കിട്ടിയ നമ്മൾ അടുക്കളയിലാണല്ലോ പോവുക. അടുക്കളയിൽ നിന്ന് പിന്നെ എന്തൊക്കെയാണ് കുശുകുശു പറയണത് പെണ്ണുങ്ങൾ. പിന്നെ അങ്ങനെയാണല്ലോ. പിന്നെ എല്ലാവരും ഇന്ന് നല്ല ഒരുക്കത്തിലാണ് കേട്ടോ വന്നത്. അപ്പോൾ എല്ലാവരും കഴിയണതും ഞാൻ ഉൾപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് സിന്ധേച്ചി, ഇത് നമ്മുടെ സ്വന്തം ചങ്ക് ഏടത്തിയമ്മ തന്നെയാണ് കേട്ടോ. എല്ലാവരും ചങ്കാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവരെ മാത്രം പറഞ്ഞാൽ ബാക്കിയുള്ള ഏടത്തിയമ്മമാരും എല്ലാവരും കൂടെ എന്നെ കൊല്ലാവും. അപ്പോൾ എല്ലാവരും ചങ്കുകൾ തന്നെയാണ്. പിന്നെ കുറച്ച് നേരം എല്ലാവരും കൂടി വർത്താനം പറഞ്ഞിരുന്നു. പിന്നെ നേരെ ഭക്ഷണം കഴിക്കാൻ പോയിട്ടോ. ഭക്ഷണത്തിനുള്ള പന്തൽ കല്യാണ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് റബ്ബർ തോട്ടമുണ്ട്, അതിൻ്റെ ഒരു സൈഡിലാണ് കേട്ടോ. അപ്പോൾ രാത്രി ഭക്ഷണം സാദാ ചോറും സാമ്പാറും മീൻകറിയും ചിക്കനും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഭക്ഷണമൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ബാക്കിയുള്ള ബന്ധുക്കളെ കണ്ടത് കേട്ടോ. ഇത് ഒരു പെങ്ങളെ ഭർത്താവ് ബിനുവേട്ടൻ, ഇത് ഒരേട്ടൻ, അങ്ങനെ 2 ബിനുവേട്ടന്മാരാണ് കേട്ടോ. അപ്പോൾ ഇവർക്കൊരു പരാതി ഉണ്ട്, ഇവർ ഞങ്ങളെ വീഡിയോയിൽ ഉൾപ്പെടുത്തൂല എന്ന് പറഞ്ഞിട്ട്. എല്ലാവരും വീഡിയോയിൽ ഉൾപ്പെടുത്തും കേട്ടോ. നമുക്ക് അവരെ ആരും കിട്ടാഞ്ഞിട്ടാണ്. അപ്പോൾ ആ പരാതി പറഞ്ഞു തീർക്കും. പ്രിയാപ്പിള ചോർന്ന പ്രിയാപ്പിള ഞാനൊന്ന് വീഡിയോ ഇതാണ് നമ്മുടെ പ്രിയാപ്പിള. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കല്യാണച്ചക്കൻ രഞ്ജിത്ത്, പ്രിയാപ്പിള. അവൻ നല്ല അടിപൊളി ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് പിന്നെ കല്യാണ പന്തൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നാണ്ട്. അപ്പോൾ ഇതാ പെങ്ങന്മാർ ശ്രീകലേച്ചി ഉണ്ട്, പിന്നെ ചന്ദ്രചേച്ചി ഉണ്ട്, വിനേട്ടുണ്ട്, ഒരു മക്കളുണ്ട്. പിന്നെ ഇതാ ശ്രീജിലേച്ചിൻ്റെ ഒരു കാന്താരിക്കുട്ടിയുണ്ട്, പിന്നെ രാജീവേട്ടനുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ സ്വന്തം ആളുണ്ട് കേട്ടോ. അങ്ങനെയൊന്നും വീഡിയോയിൽ പെടാതെ ഇങ്ങനെ മാറി മാറി നടക്കുന്ന ഒരാളാണ്. ഇതാ പിടിച്ച വെച്ച പോലെ കിട്ടിയതാണ് കേട്ടോ.
പിന്നെ ഇതാണ് കേട്ടോ രാജേട്ടൻ, ഞങ്ങളുടെ കുടുംബത്തിലെ വലിയ ഏട്ടനാണ് കേട്ടോ ഇത്. രാജേട്ടനെ ഞാൻ വീഡിയോ എടുക്കുമ്പോഴൊന്നും രാജേട്ടനെ കിട്ടൂല. രാജേട്ടൻ അപ്പോൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. ഇപ്പോൾ അതാ പിടിച്ച പിടിയാലെ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര തിരക്കിലാണ്. അവർക്ക് പിന്നെ കാറ്ററിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ, ചന്ദ്ര ചേച്ചിക്കും ഉണ്ട്. അപ്പോൾ അവർ തമ്മിൽ ഭയങ്കര സംസാരമാണ്. പിന്നെ രാജേട്ടന് ഭയങ്കര കഴിവുള്ള ഒരാളാണ് കേട്ടോ. നമ്മളിപ്പോൾ വേസ്റ്റാക്കി കളയില്ലേ, പ്ലാസ്റ്റിക്കുകൾ, കവറുകൾ, പിന്നെ മിഠായി കടലാസുകൾ, ചിരട്ട, പിന്നെ ചകിരി, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കൊണ്ട് ഇദ്ദേഹം പലതരം കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കും കേട്ടോ. അതെല്ലാം ഞങ്ങൾക്കിങ്ങനെ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാറുണ്ട്. അപ്പോൾ ആ കഴിവ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണ്ടേ. നല്ല കഴിവാണ് കേട്ടോ അത്. അപ്പോൾ രാജേട്ടനൊന്ന് രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനത്തിലാണ് കേട്ടോ എല്ലാവരും. അങ്ങനെ കല്യാണത്തലേന്ന് രാത്രി നല്ല ഗാനമേള ഉണ്ടായിരുന്നു കേട്ടോ. ഗാനമേളൊക്കെ കണ്ട് ഞാനൊരു 12:30 മണിയായപ്പോൾ ഞാൻ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. കാരണം പിറ്റേന്ന് കല്യാണത്തിന് പോരണ്ടേ. അപ്പോൾ കല്യാണത്തലേന്നത്തെ വിശേഷം ഇത്രയൊക്കെയാണ് കേട്ടോ. അപ്പോൾ പിറ്റേന്ന് രാവിലെ, അതായത് കല്യാണത്തിൻ്റെ ദിവസം രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് ആ കല്യാണത്തിന് ഞാൻ ഉടുത്തത് സാരിയാണ് കേട്ടോ. സാരി ഉടുക്കുന്നവരെ ഇഷ്ടമാണ്, സാരി ഉടുത്തത് കാണുന്നതും ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് കംഫർട്ടല്ലാത്തൊരു വേഷമാണ് കേട്ടോ സാരി. അപ്പോൾ ഈ കല്യാണത്തിന് സാരി ഉടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞാൻ സാരിയൊക്കെ പ്രസാദേട്ടൻ അറിയാതെ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അത് ആ ബ്ലൗസൊക്കെ ഇങ്ങനെ പഫ് മോഡലിൽ വെച്ചടുപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് തയ്ച്ച് തന്നത് എൻ്റെ കസിൻ ബ്രദറിൻ്റെ ഭാര്യയായ അനിതയാണ് കേട്ടോ. നമ്മളെ സ്വപ്നക്കൂട് ചാനലിൻ്റെ സ്വന്തം ആളില്ല, അവർ തയ്പ്പിച്ചതാണ് കേട്ടോ. അവർ തയ്ച്ചു തന്നതാണ് കേട്ടോ, തയ്പ്പിച്ചല്ല, അവർ തയ്ച്ചതാണേ. അപ്പോൾ സാരി കൊടുത്ത് ഞാൻ പ്രസാദേട്ടനോട് ചോദിച്ചു എങ്ങനെയുണ്ട്. അപ്പോൾ സാരി ഞാൻ എടുത്തപ്പോൾ പുള്ളിക്കാരന് ഭയങ്കര സന്തോഷം, വളരെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. നമ്മുടെ സ്വന്തം ആൾ തന്നെ അങ്ങനെ പറയുമ്പോൾ സന്തോഷമല്ലേ. അപ്പോൾ ഞാൻ ആ കിട്ടിയ ചാൻസിന് എന്താ പറയുക, വീണയുടെ വിഷ്ണു ലോകം എന്ന് പറയുന്ന പോലെ തന്നെ കിട്ടിയ ചാൻസിന് പിടിച്ച് വെച്ച് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ സാരി ഉടുത്തതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. സാരി ഉടുത്ത കഥ പറയുകയാണെങ്കിൽ രാവിലെ 10:45 സാരി ഉടുക്കാൻ തുടങ്ങിയിട്ട് 11:30 മണിയാണ് കേട്ടോ സാരി ഉടുത്ത് കഴിഞ്ഞപ്പോൾ. കാരണം സാരി പിൻ ചെയ്ത് പിന്നെ കുത്താനും പിന്നെ ഒന്ന് അഴിക്കും പിന്നെ ഉടുക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞ ഒരു കംഫർട്ടല്ല സാരി ഉടുക്കുന്നത്. അങ്ങനെ സാരിയൊക്കെ ഉടുത്തതാ ഇങ്ങനെ വിരിച്ചിട്ടതാണ് കേട്ടോ. ഇങ്ങനെ പിൻ ചെയ്യാതെ ആദ്യമായിട്ടാണ് ഇങ്ങനെ സാരി ഉടുക്കുന്നത്. അങ്ങനെ ഞങ്ങളൊരു 11 മണിയായപ്പോൾ കല്യാണ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ കല്യാണ വീട്ടിൽ കല്യാണ വീടിൻ്റെ കവാടമൊക്കെ ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ എഴുത്തിയമ്മമാരെല്ലാവരും ഉണ്ട് കേട്ടോ കല്യാണ വീടിൻ്റെ മുൻപിൽ. കല്യാണ വീട്ടിലെത്തിയപ്പോഴാണ് പ്രസാദേട്ടനൊരു സർപ്രൈസ് തന്നത് കേട്ടോ. അതായത് സാരി കൊടുത്തതല്ലേ, മുല്ലപ്പൂവിൻ്റെ കുറവുണ്ട്, ഞാൻ മുല്ലപ്പൂ വാങ്ങി വെച്ചിട്ടുണ്ട്, ഞാൻ പിന്നെ രാവിലെ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ട് പറഞ്ഞാണ് സർപ്രൈസായിട്ട് ഞാൻ കല്യാണ പന്തലിൽ ചെന്നപ്പോൾ അപ്പോൾ അവിടെ നിന്ന് എടുത്ത് തന്നതാണ് കേട്ടോ. അപ്പോൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. അപ്പോൾ സാരി കൊടുത്തതല്ലേ, അപ്പോൾ മുല്ലപ്പൂവിൻ്റെയും കൂടി കുറവുണ്ട്. അപ്പോൾ മുല്ലപ്പൂ ചൂടി ഞാനൊരു ഫോട്ടോ എടുത്തു. സത്യം പറഞ്ഞാൽ മുല്ലപ്പൂ ഞാൻ ചൂടാറില്ല കേട്ടോ കല്യാണത്തിനൊന്നും. എൻ്റെ കല്യാണത്തിന് മുല്ലപ്പൂ ചൂടിയിട്ട് പിന്നെ ഞാൻ മുല്ലപ്പൂ ചൂടിയിട്ടില്ല. മുല്ലപ്പൂ കാണുമ്പോൾ ഇങ്ങനെ കോർത്തിട്ട് ഇങ്ങനെ മുല്ലമാലയൊക്കെ കോർത്ത് മുടിയിൽ വെച്ച് വെക്കുന്നല്ലാതെ കല്യാണത്തിന് അങ്ങനെ ചൂടാറില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പ്രസാദേട്ടൻ പറഞ്ഞ പോലെ സാരിയൊക്കെ കൊടുക്കുമ്പോൾ മുല്ലപ്പൂ ഒക്കെ വേണമല്ലേ. മുല്ലപ്പൂ വെച്ചപ്പോൾ വേറെ എന്തോ ഒരു ലുക്ക് തോന്നുന്നില്ലേ? എനിക്കെന്തോ തോന്നുന്നുണ്ട് കേട്ടോ. ചെമ്പരത്തിപ്പൂവിൻ്റെ കുറവാണെന്ന് ആരും പറയല്ലേ. അപ്പോൾ സിന്ധേച്ചി സുന്ദരിയായിട്ട് വരുന്നു. അപ്പോൾ എല്ലാവരും മുല്ലപ്പൂ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മാത്രം മുല്ലപ്പൂ വെക്കാതിരുന്നാലേ അതൊരു മോശമായി പോയേനെ അല്ലേ. ഏതായാലും പ്രസാദേട്ടൻ വാങ്ങി തന്നത് ഭയങ്കര സന്തോഷമായിട്ടോ. പ്രസാദേട്ടൻ കണ്ടറിഞ്ഞ് വാങ്ങി തന്നത് അതിന് ഭയങ്കര സന്തോഷം. ശരിക്കും സാരി ഉടുക്കുമ്പോൾ മുല്ലപ്പൂ വേണമല്ലേ. മുല്ലപ്പൂ ചൂടുമ്പോൾ തന്നെ പ്രത്യേക ഒരു ഭംഗി തോന്നുന്നുണ്ട് എല്ലാവരും. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കൽ തന്നെ ആയിരുന്നു കേട്ടോ. സെൽഫി എടുക്കുക, ഫോട്ടോ എടുക്കുക, വെറും ഇത് തന്നെ ആയിരുന്നു കേട്ടോ പണി. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് കേട്ടോ മാമൻ വന്നത്. മാമൻ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് കല്യാണ ചെക്കനും പെണ്ണ് വന്നത് കേട്ടോ. പിന്നെ കല്യാണത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. കല്യാണം ഇവിടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ കല്യാണ ചെക്കനും പെണ്ണും വീട്ടിലേക്ക് വന്ന് കയറുക കേട്ടോ. അപ്പോൾ പെണ്ണിൻ്റെ പേര് ദിവ്യ എന്നാണ് കേട്ടോ. കല്യാണ പെണ്ണിൻ്റെ വീട് വയനാട് ജില്ലയിൽ പുൽപ്പള്ളി പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ കല്യാണ പെണ്ണും ചെക്കനും വീടിനകത്തേക്ക് കയറിയതും വീടിൻ്റെ മുൻഭാഗത്ത് കവാടത്തിൽ വെച്ച ബലൂൺ കുട്ടികൾ പിടിച്ചെടുക്കുന്ന രംഗമാണ് കേട്ടോ ഇത്. ബലൂണ് കണ്ടാൽ പിന്നെ കുട്ടികളെന്നില്ല, വലിയവരായാലും ചെറിയവരായാലും ബലൂണിനോട് എല്ലാവർക്കും ഒരു വീക്ക്നെസ് ആണല്ലോ. ഏതായാലും കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ ആ ബലൂണുകളും ഫുള്ള് അപ്രത്യക്ഷമായിട്ടോ. കുട്ടികളുടെ കയ്യിലൊക്കെ ബലൂൺ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കല്യാണപ്പെണ്ണും ചെക്കനൊക്കെ അകത്തോട്ട് കയറി അവരുടെ ആ ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ പോവാൻ കേട്ടോ. ഞങ്ങളെല്ലാവരും എഴുത്തിയമ്മമാരെല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ കല്യാണത്തിന്. ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ സദ്യ ഉണ്ടായിരുന്നു, പിന്നെ നല്ല പാൽപ്പായസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതാ ഞങ്ങൾ വീട്ടിലേക്ക് കയറി. വീട്ടിൽ കുറച്ച് നേരം ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞു സുന്ദരി പെണ്ണിനെ കണ്ടോ? ഇത് നമ്മുടെ രാജേട്ടൻ്റെ മോളാണ് കേട്ടോ. അവൾ അവിടെയൊക്കെ ചുറ്റി മുല്ലപ്പൂക്കെ ചൂടി സുന്ദരി ആയിട്ടുണ്ട് കേട്ടോ.
അവളുടെ അനിയൻകുട്ടൻ കണ്ടോ, ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ മാറിപ്പോയിട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ മുന്നിലുണ്ടായിരുന്നു പാട്ട് പാടാനൊക്കെ, ഇപ്രാവശ്യം വീഡിയോയിലൊന്നും മുന്നിലേക്ക് വരുന്നില്ല കേട്ടോ. കുട്ടികളൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും ഫോണിൽ ഇങ്ങനെ തോണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് മൈ ചേച്ചി, അതായത് ഞങ്ങളുടെ വലിയ പെങ്ങളാണ് കേട്ടോ, അതായത് വല്യച്ഛൻ്റെ മകളാണ് കേട്ടോ ഇത്. പിന്നെ ഇതാ ജാനുപ്പച്ചി നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ടോ, അച്ഛൻ്റെ ചെറിയ പെങ്ങളാണ് കേട്ടോ ഇത്. അങ്ങനെ കല്യാണച്ചക്കൻ ഇതാ ഭയങ്കര തിരക്കിലാണ് കേട്ടോ. വരുന്നവരെ സ്വീകരിക്കാനും പോകുന്നവരെ ഇങ്ങനെ തിരിച്ച് പറഞ്ഞേക്കാനൊക്കെ ഉള്ള തിരക്കിലാണ്. കല്യാണച്ചക്കൻ ഡ്രസ്സൊക്കെ മാറ്റി ജുബയും മുണ്ടൊക്കെ കൊടുത്ത് നല്ല സുന്ദരനായിട്ട് നിൽക്കുന്നുണ്ട്. ഇതാ കല്യാണപ്പെണ്ണ് ഇതാ കല്യാണ ഡ്രസ്സ് മാറ്റി ഇപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ചുരിദാറൊക്കെ ഇട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പെങ്ങന്മാരും ഏടത്തിയമ്മമാരൊക്കെ ഇതാ മുല്ലപ്പൂവൊക്കെ അഴിച്ച് അതൊക്കെ ഒന്ന് സെറ്റാക്കി റെഡിയാക്കുകയാണ് കേട്ടോ. എല്ലാവരും കല്യാണപ്പെണ്ണിനെ ചമയ്ക്കുന്ന തിരക്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഒരു കുസൃതി ഇവിടെ ഫോണിൽ തോണ്ടി കളിക്കുന്നുണ്ടോ. ഇത് പെങ്ങളെ മോനാണ് കേട്ടോ. ഇവനെ തോണ്ടുന്നതോ പിടിക്കുന്നതോ ഒന്നും അവൻ അറിയുന്നില്ല കേട്ടോ. ഒരു കുസൃതിയാണെന്നാണ് തോന്നുന്നത്. ആളെ കണ്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവരെ ഞാൻ വീഡിയോ എടുക്കുന്നതോ ഫോട്ടോ എടുക്കുന്നതോ ഒന്നും ഇവരെ അറിയുന്നില്ല കേട്ടോ. പെണ്ണിൻ്റെ മുല്ലപ്പൂ അഴിക്കൽ, പിന്ന് മാറ്റൽ, ഷാള് ശരിയാക്കൽ, മുടി ശരിയാക്കൽ, അങ്ങനെ ഓരോ തിരക്കിലാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ നന്നായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷേ ഇവരാരും ഇത് അറിയുന്നില്ല കേട്ടോ. അറിയുന്നവർ ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നുണ്ട്, മാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചെറിയച്ഛൻ്റെ മക്കളാണ് കേട്ടോ ഇവർ രണ്ടുപേരും, അവരെ മക്കളും ഉണ്ട് കേട്ടോ. അങ്ങനെ കല്യാണപ്പെണ്ണിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷം എല്ലാവരും കൂടി അവരുടെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ആയിട്ട് ഓരോ തിരക്കായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ കല്യാണപ്പെണ്ണിന് ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ, അറിയാത്ത വീട്ടിൽ വന്നിട്ട് ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ. ഞാനും അങ്ങനെ അനുഭവിച്ചതാണ്. ഞാൻ മാത്രമല്ല, എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. പിന്നെ ഇത് രാജീവേട്ടൻ്റെ മോളാണ് കേട്ടോ, രുക്കുവിൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ സുന്ദരിക്കുട്ടിയാണ് കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ വലിയ ഏട്ടത്തി, അതായത് രാജേട്ടൻ്റെ ഭാര്യ അജിതേച്ചിനെ ഇപ്പോഴാണ് കേട്ടോ എനിക്ക് വീഡിയോയിലൊന്ന് ഉൾപ്പെടുത്താൻ കിട്ടിയത്. ഏട്ടത്തിയമ്മമാരൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു, എല്ലാവരും കല്യാണം കഴിഞ്ഞ് പിരിഞ്ഞു പോയി. ഞങ്ങളിതാ ഏട്ടത്തിയമ്മമാരും ഏട്ടന്മാരും എല്ലാവരും കൂടി വീണ്ടും രണ്ടാമത് ചോറുണ്ണാൻ വന്നതാണ് കേട്ടോ. അതായത് ബിരിയാണി ഉച്ചയ്ക്ക് കഴിച്ചു, പിന്നെ വൈകിട്ട് ഒരു 5 മണിയായപ്പോൾ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടി. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴാണല്ലോ ഭക്ഷണം ഉണ്ടാക്കുന്നവരെ കുറിച്ച് ചിന്തിക്കുക അല്ലേ. അതുവരെ നമ്മൾ കല്യാണത്തിന് വരുന്നവരെയും പോകുന്നവരൊക്കെ വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കുക ചെയ്യുക, സംഭവം ശരിയാണ്. പക്ഷേ ഭക്ഷണം ഉണ്ടാക്കുന്നവരെ മാത്രം നമ്മൾ ഓർക്കുക. ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കുന്നവർ തന്നെയാണ് കേട്ടോ. ഇത്ര ആൾക്ക് ഭക്ഷണം ഇന്ന സമയത്ത് വേണമെന്ന് പറഞ്ഞാൽ അവർ ആ ഭക്ഷണം ഉണ്ടാക്കി എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നുണ്ടല്ലോ, അത് അവരുടെ കഴിവ് തന്നെയാണ് കേട്ടോ. ഞങ്ങളുടെ കഴിവ് എന്ന് പറഞ്ഞാൽ അത് ആ ഭക്ഷണം കഴിക്കലാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നോക്കി നിൽക്കാൻ കേട്ടോ രാജേട്ടൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞങ്ങളുടെ അനിയൻകുട്ടൻ്റെ കല്യാണം കഴിഞ്ഞു. ചെക്കനെയും പെണ്ണിനെയും എല്ലാവരും അനുഗ്രഹിച്ചു, ആശീർവദിച്ചു. ഞങ്ങളിതാ വൈകിട്ട് ഒരു 5:30 മണിയോട് കൂടി ഇതാ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ കല്യാണ വിശേഷങ്ങൾ. ഈ കല്യാണ വിശേഷങ്ങളും എൻ്റെ കല്യാണ ഡ്രസ്സും ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.